പിണറായി സർക്കാരിന്റെ പോലീസ് നരനായാട്ടിനെതിരെ പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി. കൊടുമ്പ് കല്ലിങ്കലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കനാൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി SK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ഒരു ദയനീയമായിട്ട് ഒരു കരിങ്കൊടി രണ്ട് കാടാങ്കോട്ടിൽ കൂടെ പോകുന്ന മുഖ്യമന്ത്രിയും 2 കരിങ്കൊടി ഇപ്പൊ രതീഷും അത് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് 2-3 പേരേ ഉള്ളൂ കരിങ്കൊടി കാണിക്കുള്ളൂ. അവരിനെ തെരഞ്ഞു പിടിച്ച് തല തല്ലി പൊളിക്കുന്ന ഒരു പ്രവണതയാണ് കാസർഗോഡ് തൊട്ട് കൊല്ലം വരെ കണ്ടത്. നമ്മൾ നാളിതുവരെയും പ്രതിഷേധങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ ഈ അക്രമരാശിയും അതിനെ പ്ലാൻ ചെയ്ത് കുറെ ഗുണ്ടകളെയും അതിനനുസരിച്ചിട്ടുള്ള ഒരു ടെമ്പോ ട്രാവൽസില് CPM-ന്റെയും DYF-ന്റെയും SFI-യുടെയും ഗുണ്ടകളെ മാത്രം പിന്നിൽ കൊണ്ടുപോയി എവിടെ കരിങ്കൊടി കാണിക്കുന്നോ അതിലാവല്ല ഈ കൈകാര്യം ചെയ്യുന്നത്. എവിടെയുമില്ല, കേരളത്തിൽ എവിടെയുമില്ല അങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഗുണ്ടാ വിളയാട്ടമാണ് നടത്തിയത്. അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും നമ്മൾ എല്ലാം സംഘടിപ്പിച്ചു. പക്ഷെ അത് കൊല്ലത്ത് വന്നപ്പോ തിരിച്ചു കൊടുത്തു. വന്നപ്പോ അത് തിരിച്ചു തല്ലാൻ തുടങ്ങി തിരുവനന്തപുരം വരയ്ക്കും. അപ്പോഴാണ് DYF-കാർക്കും CPM-നും മന്ത്രിമാർക്കും തോന്നിയത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള തിരിച്ചടിക്കാൻ തുടങ്ങി. പക്ഷെ അടിക്കാൻ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവും നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡേ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മളതായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരും നമ്മൾക്ക് മാർഗനിർദ്ദേശം തരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ആ ഒരു പ്രവണത കോൺഗ്രസിന് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പ്രഖ്യാപനം വരാത്തത്. പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി കളത്തിൽ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് NS ശിൽപ, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KV പുണ്യകുമാരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S സുനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, INTUC നേതാക്കൾ, യൂത്ത് കോൺഗ്രസ്, കർഷക കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.